അപ്പോൾ രമണ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നു. ഞാൻ പറയും, പക്ഷേ ആ വ്യക്തി വീണ്ടും വന്നാൽ ഞാൻ അവർക്ക് പിടിയാകും. അതിനാൽ ഇവിടെ മറ്റെന്തെങ്കിലും സുരക്ഷിതമായ സ്ഥലം ഉണ്ടോ? അതുണ്ട് ബാബു, ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തിൽ ഒരു പഴകിയ ബംഗ്ലാവുണ്ട്. അവിടെ ആരും വരാറില്ല. അത് സുരക്ഷിതമായിരിക്കും അല്ലേ? അവിടെ പോകാം എന്ന് പറഞ്ഞപ്പോൾ രമണ മുത്തശ്ശിയോടൊപ്പം ആ പഴകിയ ബംഗ്ലാവിലേക്ക് പോകുന്നു. അപ്പോൾ മുത്തശ്ശി രമണയോട് ഇങ്ങനെ പറയുന്നു. ഇനി നീ ഭയപ്പെടേണ്ടതില്ല. ഇവിടെ ആരും വരാറില്ല. ഇപ്പോൾ പറയൂ, ആ ചുമടുകൾ ഉള്ളത് എന്താണെന്ന്, അതിന്റെ പിന്നിൽ എന്താണെന്ന് പറയും. ഈ സംഘത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞ് തന്റെ ഭാവിയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു രമണ. ഈ നല്ലമല കാടിനോട് ചേർന്ന് 2 ഗ്രാമങ്ങളുണ്ട്. ഒരു വശത്ത് കൃഷ്ണഗിരി, മറുവശത്ത് ദേവഗിരി. ഞങ്ങളുടെ ഗ്രാമം കൃഷ്ണഗിരി. ഞങ്ങളുടെ ഗ്രാമത്തിന് വലിയ രാമയ്യ കാർ. അങ്ങനെ ആ ദേവഗിരിക്ക് ചലപതി. പേരിൽ ഗ്രാമങ്ങളായിരുന്നാലും ഈ 2 ഗ്രാമങ്ങളിലെ ആളുകൾ ഒന്നായി ചേർന്ന് ജീവിച്ചിരുന്നവർ. അതുപോലെ ഞങ്ങളുടെ 2 ഗ്രാമങ്ങളിലെ മുതിർന്നവരും സൗഹൃദത്തോടെ. ഞങ്ങളുടെ ഗ്രാമത്തിലെ മുതിർന്നവനായിരുന്ന രാമയ്യക്കാർ നമ്മുടെ 2 ഗ്രാമങ്ങളിലെ ആളുകൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ 1 രൂപ പോലും വാങ്ങാതെ എല്ലാവർക്കും സൗജന്യമായി ചികിത്സ നൽകുന്നവരായിരുന്നു. അതുകൊണ്ടാണ് 2 ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കിടയിൽ രാമയ്യക്കാർക്ക് കൂടുതൽ ആരാധന ഉണ്ടായിരുന്നത്. അതിനാൽ ജനങ്ങൾ ചലപതികാരുടെ വാക്കിനേക്കാൾ രാമയ്യക്കാരുടെ വാക്കിന് കൂടുതൽ വില കൊടുക്കുന്നവരായിരുന്നു. ഇതുമൂലം ചലപതികാർക്ക് രാമയ്യയോട് കുറച്ച് അസൂയയും വൈരാഗ്യവും ഉണ്ടായിരുന്നു. കാരണം തന്റെ സ്വന്തം ഗ്രാമത്തിലെ ദേവഗിരി ജനങ്ങളും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കിനേക്കാൾ രാമയ്യക്കാർ പറഞ്ഞ വാക്കുകൾ കൂടുതൽ പാലിക്കുകയായിരുന്നു. ഒരു തവണ ഉത്സവത്തിന് ചലപതികാരുടെ കുടുംബം രാമയ്യക്കാരുടെ വീട്ടിലേക്ക് വന്നു. നമസ്കാരം ചലപതികാർ, ഈ ഉത്സവത്തിന് നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നത് എനിക്ക് വാസ്തവത്തിൽ വളരെ സന്തോഷം നൽകുന്നു. എന്താണ് രാമയ്യക്കാർ, നിങ്ങൾ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ വരാതിരിക്കുമോ? ഈ ദിവസത്തിൽ നിന്ന് ഉത്സവം അവസാനിക്കുന്നതുവരെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അതിനേക്കാൾ ഭാഗ്യം യാത്ര ചെയ്ത് ക്ഷീണിതരായിരിക്കാം. അകത്തേക്ക് വന്ന് വിശ്രമിക്കൂ എന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഒരു കർഷകൻ ബോധം നഷ്ടപ്പെട്ട് വീണ തന്റെ മകനെ കൈകളിൽ പിടിച്ച് രാമയ്യക്കാരുടെ വീട്ടിനു പുറത്തേക്ക് വന്ന് ഇങ്ങനെ പറയുന്നത്. ദയവായി എന്റെ മകനെ രക്ഷിക്കൂ. രാമയ്യക്കാർ എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കണം. അനിൽ രാമയ്യക്കാരെ വിളിച്ചു കരയുന്നു. അതിനിടയിൽ രാമയ്യ പുറത്തേക്ക് വന്ന് ആ കർഷകനോട് ഇങ്ങനെ പറയുന്നു. എന്താണ് ബാബു, കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഇങ്ങോട്ട് കൊണ്ടുവരൂ, അരുവിൽ കിടത്തൂ. അപ്പോൾ ആ കർഷകൻ തന്റെ മകനെ അരുവിൽ കിടത്തി തന്റെ 2 കൈകളും ചേർത്ത് രാമയ്യയെ ഇങ്ങനെ അപേക്ഷിക്കുന്നു. ഓ രാമയ്യക്കാർ, എങ്ങനെയെങ്കിലും എന്റെ മകനെ രക്ഷിക്കൂ. എനിക്കുള്ള ഏക മകനാണ്. മുൻപ് കരച്ചിലിന് സംഭവിച്ചതെന്ന് പറയൂ. അയ്യോ, എന്റെ മകൻ എനിക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ വഴിയിൽ പാമ്പ് കടിച്ചു. ആരും ഭക്ഷണം കൊണ്ടുവരാത്തതിനാൽ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ വായിൽ നിന്ന് നിറയും പുറത്തുവിട്ട് ബോധം വിട്ട് വീണു കിടക്കുകയായിരുന്നു. ഇയാളുടെ മകൻ, അയ്യോ, നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യൂ, എന്റെ മകനെ രക്ഷിക്കൂ. നീ എന്തും ഭയപ്പെടേണ്ട, നിനക്ക് ഒന്നും സംഭവിക്കില്ല. എങ്ങനെയെങ്കിലും ഞാൻ അവനെ രക്ഷിക്കും. നീ കരയുന്നത് നിർത്തി അവന്റെ അടുത്ത് ഇരിക്കൂ. അന്ന് പറഞ്ഞ് രാമയ്യക്കാർ പൂജമുറിയിലേക്ക് പോയി ദൈവത്തിന്റെ പാദങ്ങൾക്കടുത്ത് വെച്ചിരുന്ന ഒരു ചുവപ്പ് നിറമുള്ള പൊട്ടല് തുറന്ന് അതിൽ നിന്ന് ഒരു താളപത്ര ഗ്രന്ഥം പുറത്തെടുത്തു. അതിൽ നിന്ന് വൈദ്യത്തിന് ആവശ്യമായ മൗലികതയെക്കുറിച്ച് മനസ്സിലാക്കി ഉടൻ തന്നെ തന്റെ സുഹൃത്തായ ശേഖറിനോട് അവന്റെ അടുത്ത് ജോലി ചെയ്യുന്നവനോട് വൈദ്യത്തിന് ആവശ്യമായ മൗലികങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുശേഷം പാമ്പ് കടിക്ക് പ്രതിവിഷം മരുന്ന് തയ്യാറാക്കി ആ കുട്ടിയെ രക്ഷിച്ചു. ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്ന ചലപതി ശ്രദ്ധിച്ചു. അപ്പോൾ ആ കർഷകനോട് രാമയ്യക്കാർ ഇങ്ങനെ പറഞ്ഞു. ഇനി ഈ കുട്ടിക്ക് വന്ന ബുദ്ധിമുട്ട് ഒന്നുമില്ല, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി നീ ഭയപ്പെടേണ്ട, കുറച്ച് ദൂരെയായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ കുറയും. ഇനി നീ നിന്റെ മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അയ്യോ, എന്റെ മകന്റെ ജീവൻ രക്ഷിച്ച ദൈവം നിങ്ങൾ. ഞാൻ എന്തു പ്രതിഫലം നൽകാനാകും? ഞാൻ നിന്നെന്തെങ്കിലും പ്രതീക്ഷിച്ച് ചികിത്സ ചെയ്തല്ല. ഇത് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് വന്ന ഉത്തരവാദിത്വമാണ്. ഇതിനെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിയായി കാണുന്നു. അത്രമാത്രം, ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലാഭം നേടാനല്ല. അങ്ങനെ ചെയ്താൽ അത് ചികിത്സാ വ്യാപാരമാകും. പക്ഷേ പുണ്യകാര്യം അല്ല. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. നിന്നെന്തെങ്കിലും നൽകാൻ എനിക്ക് 1 രൂപ പോലും ആവശ്യമില്ല. നീ പോയി നിന്റെ മകനെ ശ്രദ്ധയോടെ നോക്കിക്കോ. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം അയ്യാ. ആ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും 100 വർഷം സന്തോഷത്തോടെ കാണട്ടെ. നന്ദി പറഞ്ഞ് ആ കർഷകൻ തന്റെ മകനെ കൂട്ടി അവിടെ നിന്ന് പോകുന്നു.
അങ്ങനെ ഓരോ ദിവസവും നിരവധി ഗ്രാമവാസികൾ 2 ഗ്രാമങ്ങളിൽ നിന്ന് വന്നു. രാമയ്യയുടെ അടുത്ത് സൗജന്യമായി അവർക്ക് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ ചെയ്തു പോകുന്നവരായിരുന്നു. അങ്ങനെ വന്ന ജനങ്ങൾ എല്ലാവരും അവരുടെ പ്രശ്നം തീർന്നു പോകുന്നതിന് മുമ്പ് രാമയ്യയെ പ്രശംസകളാൽ മുക്കിമറിക്കുന്നതുകൊണ്ട് ചലപതി സഹിക്കാനാവാതെ പോയി. ഒരു ദിവസം രാത്രി വീട്ടിൽ എല്ലാവരും ഉറങ്ങിപ്പോയ ശേഷം ആ ചലപതി തന്റെ ജോലിക്കാരോട് ഇങ്ങനെ പറഞ്ഞു: ഓരേ, ഈ രാമയ്യയുടെ പ്രവൃത്തികൾ ദിവസേന അകിരുകടക്കുകയാണ്. എല്ലാവർക്കും സൗജന്യമായി ചികിത്സ നൽകുന്നവൻ നമ്മുടെ ഗ്രാമവാസികളെയും തന്റെ പക്കലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇത് ഇങ്ങനെ തുടർന്നാൽ എനിക്ക് ഉള്ള ഈ ഗ്രാമത്തിലെ വലിയ പദവിക്കും ഭീഷണിയാകും. ഇങ്ങനെ വിട്ടുകൊടുത്താൽ പ്രയോജനമില്ല. നീയും അണ്ണൻ പോലെ ഉറങ്ങിക്കിടക്കുന്നു എന്ന് നിന്റെ കാര്യത്തിൽ തന്നെ പരലോകത്തേക്ക് അയച്ചുവിടാം. അതിനാൽ മാത്രം മതിയാകില്ല. അവനെ കൊല്ലിയാൽ എന്റെ പക തീരുകയില്ല. ദൈവം സൃഷ്ടിച്ച ഈ ജനങ്ങൾക്ക് ഒരു കഠിന പാഠം പഠിപ്പിക്കണം. നിങ്ങൾ പറയുന്നത് എന്താണ്? നഗരമല്ല, അവനെ തടസ്സം നീക്കിയ ശേഷം അവന്റെ പൂർവികരിൽ നിന്ന് വരുന്ന വിലയേറിയ നിധി നമുക്ക് സ്വന്തമാക്കണം. അതോടെ ഈ ഗ്രാമത്തിലെ എല്ലാവരും എന്റെ കാലിന് കീഴിൽ വീഴും. എന്നാൽ ഇപ്പോൾ ഞങ്ങളെ എന്തു ചെയ്യാൻ പറയുന്നുവോ, നിങ്ങൾ പോയി ആ രാമയ്യയുടെ കാര്യത്തിൽ നോക്കൂ. ആരും സംശയിക്കരുത്. രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഹൃദയാഘാതം മൂലം ഉറക്കത്തിൽ തന്നെ മരിച്ചുവെന്ന് തോന്നണം. ഞാൻ പോയി ആ ദൈവത്തിന്റെ മുറിയിൽ ഉള്ള ആ താളപത്ര ഗ്രന്ഥങ്ങളുടെ ചാക്ക് എടുക്കും. പോകൂ, വേഗത്തിൽ പോയി ജോലി തീർത്ത് വരൂ എന്ന് പറഞ്ഞ് തന്റെ ജോലിക്കാരെ രാമയ്യയുടെ മുറിയിലേക്ക് അയച്ചു. അവന്റെ ജീവൻ എടുത്തു. അതിനുശേഷം ചലപതി ദൈവത്തിന്റെ മുറിയിൽ ഉള്ള ആ താളപത്ര ഗ്രന്ഥങ്ങളുടെ ചാക്ക് മോഷ്ടിച്ചു. ചലപതി ആ ചാക്ക് എടുത്ത് ആരും അറിയാതെ പുറത്തേക്ക് വരുമ്പോൾ തന്റെ സുഹൃത്ത് ശേഖർ കണ്ടു. അപ്പോൾ ശേഖർ സംഭവിച്ചതെല്ലാം കണ്ടു ഞെട്ടി. അയ്യോ, എത്ര ഭീകരമായ കാര്യമാണ് സംഭവിച്ചത്. ഇത്രകാലം നല്ലവനാണെന്ന് കരുതിയ ചലപതി ഇത്രയും വഞ്ചകനാണെന്ന് അറിയില്ലായിരുന്നു. അയ്യകാരുടെ മാമായകാരുടെ പ്രശസ്തി കണ്ടു അവനോടുള്ള അസൂയയിൽ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ അവൻ തയ്യാറായി. ഈ കാര്യം എങ്ങനെയെങ്കിലും ഗ്രാമവാസികൾക്ക് എല്ലാം അറിയിക്കണം എന്ന് പറഞ്ഞ് ശേഖർ അവിടെ നിന്ന് മന്ദതിയിൽ മാറി പുറത്തേക്ക് ഓടി. അങ്ങനെ ഓടുന്ന ശേഖരനെ ശ്രദ്ധിച്ച ചലപതി തന്റെ ആളുകളെ ശേഖരനെ എങ്ങനെയെങ്കിലും പിടിച്ച് തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ അയച്ചു. അങ്ങനെ പോയവർ ശേഖരനെ പിന്തുടർന്ന് പിടിച്ച് അടിച്ചു കെട്ടിയിട്ട് ചലപതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ശേഖരോട് ചലപതി ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നടന്ന കാര്യം പുറത്തു ആരെയെങ്കിലും പറഞ്ഞാൽ നിനക്കും നിന്റെ അച്ഛനുമുണ്ടായ ഗതി സംഭവിക്കും. നിനക്കും എനിക്കും യാതൊരു വൈരവും ഇല്ല. എനിക്കുള്ള വൈരി ഒരാളാണ്. അവൻ മരിച്ചു പോയതുകൊണ്ട് നിന്നെ ജീവിച്ചിരിപ്പിക്കുന്നു. നീ ഈ ഗ്രാമത്തിൽ മാത്രമല്ല, ചുറ്റുമുള്ള ഏതെങ്കിലും ഗ്രാമങ്ങളിലും കണ്ടാൽ എൻ്റെ ആളുകൾ നിന്നെ ജീവിച്ചിരിപ്പിക്കില്ല. അതിനാൽ ഓടി രക്ഷപ്പെടൽ എന്ന് പറഞ്ഞ് ശേഖറിനെ വിട്ടേച്ചു. ജീവഭയത്തോടെ അവിടെ നിന്ന് കാട്ടിലേക്ക് ഓടി. അടുത്ത ദിവസം രാവിലെ രാമയ്യകാർ മരിച്ച വാർത്ത ഗ്രാമമൊട്ടാകെ അറിയുകയും ഗ്രാമവാസികൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഒന്നും അറിയാത്തവനായി ചലപതി മറ്റുള്ളവരോടൊപ്പം അവിടെ എത്തിക്കരയുന്നതുപോലെ നടിക്കുന്നു. രാമയ്യകാരുടെ അന്തിമകർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം ചലപതിയും പുറപ്പെട്ട് തന്റെ ആളുകളെ കൂട്ടി താൻ മോഷ്ടിച്ച ആ ചാക്ക് എടുത്ത് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. ഇതിലൊക്കെ വഴിയില്ലാതെ ഭയപ്പെട്ട് ജീവൻ ഭയത്തോടെ ഓടുന്ന ശേഖർ ഒരു ദിവസം വീണ്ടും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. ഇത്രയും ദിവസങ്ങൾ ശരിയായ ഭക്ഷണം ഇല്ലാതെ വളരെ ക്ഷീണിതനായി പോയിരുന്നു. ആദ്യം അവനെയും ആരും തിരിച്ചറിയാനായില്ല. പക്ഷേ അവൻ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു: ഒരു രമണ, എന്നെ രക്ഷിക്കൂ. രവിശേഖർ, ഇത് നീയാണോ? എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. എന്താണ് സംഭവിച്ചത്? ആ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു താഴെ വീണ് ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ താഴെ വീണ ശേഖരൻ എന്താണ് സംഭവിച്ചത്? അവൻ എഴുന്നേറ്റോ? രമണയ്ക്ക് സത്യം പറഞ്ഞു എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാം.